സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയുടെ തീരുമാനപ്രകാരം ദേവിക വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട്. നന്ദനുമായിട്ടാണ് പോകുന്നത്. നന്ദനും ദേവികയും കുറച്ച് ദിവസം അവിടെ താമസിക്കാം എന്നുള്ളൊരു പ്ലാനിൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ രാധികയും മാധവനും. ശാരികയൊക്കെ നന്ദൻ കൂടെ ഉണ്ടെങ്കിൽ മോൾ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്നാണ് അവരുടെ അഭിപ്രായം. ഇലക്ഷന് രണ്ടുപേരും മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തായെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഇലക്ഷന് മത്സരിക്കേണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങൾ അവരോട് പറഞ്ഞതാ. ആ സമയത്ത് ടി വിയിൽ ന്യൂസ് കണ്ടു. ഞങ്ങളുടെ പാർട്ടിയിലുള്ള 2 പേരാണ് അമ്മയെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ നിന്ന്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവരമ്മയെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ ഞാനും അച്ഛനും അറിഞ്ഞിട്ടാണെന്ന് അമ്മ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മത്സരത്തിൽ പിന്നോട്ടില്ലെന്ന് നന്ദനും പറയുന്നുണ്ട്. 2 പേരും മത്സരിക്കട്ടെ. അതേസമയം നമ്മുടെ ഋഷിയെ കാണിക്കുന്നു. ഋഷി പൂർണ്ണമായും പഴയ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഓരോ വർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷിയെ നോക്കി അരുന്ധതി കുറേ നേരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ മോൻ കടന്നു വന്ന വഴികളും ദേവിക കാരണം അവൻ നടക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷിക്കുന്ന സമയത്ത് ഋഷി ചോദിക്കുന്നു, അമ്മ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അതല്ല മോനെ, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദേവിക വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എൻ്റെ മോൻ ആ കട്ടിലിൽ തന്നെ കിടക്കേണ്ടി വന്നേനെ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയോടും എനിക്ക് നന്ദി പറഞ്ഞാൽ മതിയാകില്ല. ഇത്രയും വർഷം എന്നെ പൊന്നുപോലെ നോക്കിയില്ലേ? അത് ശരിയാണ്. എങ്കിലും കൃത്യസമയത്ത് മരുന്നും ഫുഡും കെയറും ഒക്കെ തന്ന് ദേവിക കാരണം മോൻ ഇത്രയും വലിയ മാറ്റം പെട്ടെന്നുണ്ടായത്. എനിക്ക് ദേവികയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന് ഋഷിയും പറയുന്നു. മാത്രമല്ല ഈ സന്തോഷം ദേവികയെ വിളിച്ചറിയിക്കണമെന്ന് ഒരാഗ്രഹം തോന്നി. ദേവികയെ ലീ എന്നല്ല ഇപ്പോൾ വിളിക്കുന്നത്, ദേവികയെന്ന് തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പം ഋഷിക്ക് മനസ്സിലാകുന്നുണ്ട്. ലീ എന്ന് വിളിക്കുന്ന ഋഷി തന്നെ ദേവികയെന്ന് വിളിച്ചപ്പം വിശ്വസിക്കാനാകുന്നില്ല ദേവികയ്ക്ക്. അതുകൊണ്ട് തന്നെ ദേവികയും നന്ദനും ഒരു ദിവസം ഋഷിയെ കാണാനായി അങ്ങോട്ടേക്ക് വരുന്നെന്നൊക്കെ പറയുന്നു. അതേസമയം നന്ദനാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട്. നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഞാൻ ദേവിയോടൊപ്പം ദേവിയുടെ വീട്ടിലായിരുന്നു. ഓ, കുറേ ദിവസം പിരിഞ്ഞു നിന്നേയല്ലേ, അതുകൊണ്ട് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചല്ലേ? അങ്ങനെ തന്നെ പോയത്. പിന്നെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാ, അച്ഛൻ പാർട്ടി പ്രവർത്തനത്തിന് പോവും. അതൊക്കെ വിചാരിച്ച് ദേവികയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഭർത്താവിനും മകനും ഇല്ലാത്ത സ്നേഹം മരുമകൾക്കാണോ എന്നോടുള്ളത് എന്നൊക്കെ കുത്തി ചോദിക്കുന്നുണ്ട്. അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ, മത്സരിച്ചോ, പക്ഷേ മാന്യമായിട്ടുള്ള രൂപത്തിൽ സംസാരിക്കണം, ആരെ ഹേർട്ട് ചെയ്യരുത്. പ്രഭാവതി പറയുന്നു, നീ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. ദേവിക ഇവിടുന്ന് ഇറങ്ങിപ്പോയതിൻ്റെ പേരിനല്ലേ മത്സരിക്കുന്ന 2 പേരും ഒരു വീട്ടിൽ നിൽക്കേണ്ടതെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ 2 ആളും ഒത്തെടുത്ത തീരുമാനമാണ്. ഒരു പ്രശ്നവും ദേവികയ്ക്ക് അതിൻ്റെ പേരില്ല. ദേവിക വിജയിക്കും, അത് ഉറപ്പാണമ്മ. ഇപ്പോഴും അമ്മ നോമിനേഷൻ കൊടുക്കാതിരുന്ന ഉറപ്പായിട്ടും ദേവിക നോമിനേഷൻ പിൻവലിക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും പ്രഭാവതി ഇല്ല. അതേസമയം നന്ദനാണെങ്കിൽ ഭാർഗവിയെ കണ്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ഇലക്ഷന് മത്സരിക്കേണ്ട 2 പേരും പിന്മാറുകയെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പം ഇതുപോലെ 2 പേരെ അറസ്റ്റ് ചെയ്തു, അതിനെ തുടർന്ന് അമ്മയ്ക്ക് ദേഷ്യമായെന്നൊക്കെ പറയുമ്പോൾ ഭാർഗവി പറയുന്നു, പ്രഭാവതി കുഞ്ഞിൻ്റെ ഭാഗത്ത് തന്നെ ന്യായം. പാർട്ടിക്കാരാക്രമിച്ചെന്ന് കേൾക്കുമ്പോൾ എങ്ങനെ സഹിക്കും? ഞാൻ ആൻറ്റിയോടൊരു സഹായം ചോദിക്കാനാണ് വന്നത്. ചന്ദ്രോത്ത് വീട്ടിൽ തകർച്ച ഉണ്ടാകരുത്. ആൻറ്റി വിചാരിച്ചാലേ ഇനി അത് പറ്റൂ. ആൻറ്റിക്ക് അമ്മയെ കയ്യിലെടുക്കാൻ പറ്റും. അമ്മയെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് ആരെ ഹേർട്ട് ചെയ്യാത്ത രൂപത്തിൽ മാന്യമായി മത്സരിക്കാൻ പറയണം. അങ്ങനെ രാവിലെ തന്നെ പ്രഭാവതി റെഡിയായി നിൽപ്പുണ്ട് നോമിനേഷൻ കൊടുക്കാനായി. അപ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ദേവികയെ വിജയിപ്പിക്കാൻ നടക്കുന്ന നിങ്ങൾക്ക് പ്രഭാവതിയുടെ നോമിനേഷൻ എങ്ങനെയെങ്കിലും തള്ളിപ്പോവാൻ ആഗ്രഹം കാണും. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഒരാളുടെ മാത്രം കുത്തകയല്ല രാഷ്ട്രീയം. അങ്ങനെ വീട്ടിലൊരു സംസാരത്തിന് ശേഷം നമ്മുടെ സിദ്ധു ആണെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് വരുന്നുണ്ട്. പ്രസിഡന്റ് സിദ്ധുവിനെ കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നല്ലേ ഈ പ്രഭാവതി നോമിനേഷൻ കൊടുക്കുന്ന ദിവസം? അതേന്ന് സിദ്ധുവും പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നേ എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാനില്ല. എന്ത് വില കൊടുത്തും പ്രഭാവതിയെ തോൽപ്പിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് സിദ്ധുവും പറയുന്നു. എതിർ പാർട്ടിയിൽ ആര് മത്സരിച്ചിരുന്നെങ്കിലും പ്രശ്നമില്ല. ഇത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ ഭാര്യ തന്നെ എതിർ പാർട്ടിയിൽ മത്സരിക്കുന്നു. ഭരണപക്ഷത്ത് ദേവിക മരുമകൾ മത്സരിക്കുന്നു. ആരെയും തള്ളി പറയാൻ പറ്റാത്ത അവസ്ഥ. പ്രവർത്തകരിൽ പലരും ആ വിഷമം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബലരാമൻ സാറിൻ്റെ ഓർമ്മ ദിവസം തന്നെ പ്രഭാവതി മേഡം നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് എന്തായാലും വലിയ വാർത്തയാകും. നമ്മുടെ ദേവികയ്ക്ക് ആ വാർത്താ പ്രാധാന്യം കുറയുമോ എന്നാണ് എൻ്റെ പേടി.
ഒന്നും പേടിക്കണ്ട, ദേവിക തന്നെ വിജയിക്കൂ, അല്ലെങ്കിൽ ഞാൻ വിജയിപ്പിച്ചിരിക്കും എന്ന് സിദ്ധാർത്ഥൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിക്കുക, അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പോകുന്നു. അതേസമയം ചന്ദ്രമതിയാണെങ്കിൽ ബലരാമൻ്റെയും മീരയുടെയും ഫോട്ടോയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ത്യാഗരാജൻ പുറകെ വന്ന് ചന്ദ്രമതിയെ വിളിക്കുന്നു. ചേച്ചി എപ്പോഴാണ് പാർട്ടി ഓഫീസിലേക്ക് പോകുന്നത്? ഞാനാക്കണോ ചേച്ചി പോകുമോ? ഞാൻ പൊക്കോളാം. ത്യാഗരാജൻ എപ്പോഴാണ് ഇറങ്ങുന്നത്? ഇപ്പം ഇറങ്ങാൻ പോകുക. ഇന്നല്ലേ പ്രഭാവതി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ദിവസം. എന്ത് വില കൊടുത്തായാലും ദേവിക തന്നെ വിജയിച്ചിരിക്കും. അതിനുവേണ്ടി ഞാൻ ചില പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, ചേച്ചി നോക്കിക്കോ എന്ന് പറയുമ്പം ചന്ദ്രമതിക്ക് ആകെ പേടിയാകുന്നുണ്ട്. മുമ്പ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പ്രഭാവതിക്ക് ഇതുപോലൊരു ആക്സിഡൻറ്റ് പറ്റിയത്. അതുപോലെ ഇത്തവണയും ത്യാഗരാജൻ എന്തെങ്കിലും കൊനഷ്ടൊപ്പിച്ചിട്ടുണ്ടോയെന്ന് ഉള്ളിലൊരു പേടിയില്ലാതില്ല ചന്ദ്രമതിക്കും. അതേസമയം പ്രഭാവതിയുടെ വണ്ടി മൂവ് ചെയ്ത് വരുന്നുണ്ട്. ഒരു ആക്സിഡൻ്റ് ആണോ ത്യാഗരാജൻ ഉദ്ദേശിക്കുന്ന പ്ലാനെന്നറിയില്ല. പ്രഭാവതിയുടെ ജീവൻ വീണ്ടും അപകടത്തിലായിരിക്കുന്നു.